എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങൾ 3 തരത്തിലുള്ള ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗാന്ധിയൻ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അതുപോലെ ലിബറൽ ആശയങ്ങൾ. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പ്രതിപാദിക്കുന്നത് 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി അനുച്ഛേദം 38, 39, 39A, 41, 42, 43, 43A, 47 എന്നിവയാണ് സോഷ്യലിസ്റ്റ് തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. സോഷ്യലിസ്റ്റ് തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 38, അനുച്ഛേദം 39, അനുച്ഛേദം 39A, അനുച്ഛേദം 41, അനുച്ഛേദം 42, അനുച്ഛേദം 43, അനുച്ഛേദം 43A, അനുച്ഛേദം 47 എന്നിവയാണ് സോഷ്യലിസ്റ്റ് തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. ഇനി ലിബറൽ ഇന്റലക്ച്വൽ തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങളാണ് 40, 43, 43B, 46, 47, 48 എന്നിവ. അനുച്ഛേദം 40, അനുച്ഛേദം 43, അനുച്ഛേദം 43B, അനുച്ഛേദം 46, അനുച്ഛേദം 47, അനുച്ഛേദം 48 എന്നിവയാണ് ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. ഇനി ഗാന്ധിയൻ തത്വവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 44, 45, 48, 48A, 49, 50, 51. അനുച്ഛേദം 44, അനുച്ഛേദം 45, അനുച്ഛേദം 48, അനുച്ഛേദം 48A, അനുച്ഛേദം 49, അനുച്ഛേദം 50, അനുച്ഛേദം 51 എന്നിവയാണ് ഗാന്ധിയൻ തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. ഇതാണ് നമ്മൾ പറഞ്ഞ 3 തത്വങ്ങൾ. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം? നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. നിർദ്ദേശക തത്വം എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞത് ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അനുച്ഛേദം 38, 39, 39A, 41, 42, 43, 43A, 47 എന്നിവയാണ് സോഷ്യലിസ്റ്റ് തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 40, 43, 43B, 46, 47, 48 എന്നിവയാണ് ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 44, 45, 48, 48A, 49, 50, 51 എന്നിവയാണ് ഗാന്ധിയൻ തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. ക്ഷേമരാഷ്ട്രം എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വം എന്ന ആശയം കടമെടുത്തത്. ഇനി പറയാൻ പോകുന്നത് നിർദ്ദേശക തത്വങ്ങൾക്കുള്ള കുറച്ച് വിശേഷണങ്ങളാണ്. ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ. ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ.
ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. നിർദ്ദേശക തത്വങ്ങളെ മാത്രമല്ല, നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ചേർത്താണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത്. ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KT ഷാ. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അതുപോലെ ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് അനുച്ഛേദങ്ങളാണ്. അനുച്ഛേദം 38 എന്താണ്? ജനക്ഷേമത്തിന് ഉതകുന്ന ഒരു സാമൂഹിക ക്രമം ചിട്ടപ്പെടുത്തണമെന്ന് പറയുന്നു. അനുച്ഛേദം 38 ജനക്ഷേമത്തിന് ഉതകുന്ന ഒരു സാമൂഹിക ക്രമം ചിട്ടപ്പെടുത്തണമെന്ന് പറയുന്നു. അനുച്ഛേദം 39 പൗരന്മാർക്ക് മതിയായ ജീവനോപാധികൾ ഉറപ്പാക്കുക. അനുച്ഛേദം 39 എന്താണ്? പൗരന്മാർക്ക് മതിയായ ജീവനോപാധികൾ ഉറപ്പാക്കുക. ഉൽപാദനോപാധികളുടെ കേന്ദ്രീകരണം തടഞ്ഞ് വിഭവങ്ങളുടെ ഉടമസ്ഥത പൊതു നന്മയ്ക്ക് ഉതകും വിധം ചിട്ടപ്പെടുത്തുക. ഉൽപാദനോപാധികളുടെ കേന്ദ്രീകരണം തടഞ്ഞ്, ഉൽപാദനോപാധികൾ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടഞ്ഞ് വിഭവങ്ങളുടെ ഉടമസ്ഥത എന്ത് ചെയ്യണം? പൊതു നന്മയ്ക്ക് ഉതകും വിധം ചിട്ടപ്പെടുത്തുക. വിഭവങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ലഭിക്കുന്ന തരത്തില് പൊതു നന്മയ്ക്ക്, പൊതുവായി നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തുക. അതായത് ചില ആൾക്കാരുടെ കയ്യിൽ മാത്രം ഉൽപാദനോപാധികളുടെ കേന്ദ്രീകരണം, അവരുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടഞ്ഞിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തുക. ലിംഗപരിഗണന കൂടാതെ തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക. തൊഴിലാളികളോടും കുട്ടികളോടുമുള്ള ചൂഷണം തടയുക. ലിംഗപരിഗണന കൂടാതെ തുല്യ ജോലിക്ക് തുല്യ വേതനം, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ തുല്യ ജോലിക്ക് തുല്യമായ വേതനം നൽകുക. തൊഴിലാളികളോടും കുട്ടികളോടുമുള്ള ചൂഷണം തടയുക. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പാണ് 39D. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് 39D. ഇതൊക്കെയാണ് പറഞ്ഞത്. അനുച്ഛേദം 38 ജനക്ഷേമത്തിന് ഉതകുന്ന ഒരു സാമൂഹിക ക്രമം ചിട്ടപ്പെടുത്തണമെന്ന് പറയുന്നു. അനുച്ഛേദം 39 പൗരന്മാർക്ക് മതിയായ ജീവനോപാധികൾ ഉറപ്പാക്കുക. ഉൽപാദനോപാധികളുടെ കേന്ദ്രീകരണം തടഞ്ഞ് വിഭവങ്ങളുടെ ഉടമസ്ഥത പൊതു നന്മയ്ക്കുതകും വിധം ചിട്ടപ്പെടുത്തുക. ലിംഗപരിഗണന കൂടാതെ തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക. തൊഴിലാളികളോടും കുട്ടികളോടുമുള്ള ചൂഷണം തടയുക. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പാണ് 39D. സൗജന്യ നിയമസഹായം അല്ലെങ്കിൽ തുല്യനീതി എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39A. സൗജന്യ നിയമസഹായം, തുല്യനീതി എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 39A. അനുച്ഛേദം 40 എന്താണ്? 40 ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പരാമർശം. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പരാമർശം. അനുച്ഛേദം 41 തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. അനുച്ഛേദം 41 തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. അനുച്ഛേദം 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. അനുച്ഛേദം 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. 39A എന്തായിരുന്നു? സൗജന്യ നിയമസഹായം അല്ലെങ്കിൽ തുല്യനീതി എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 39A. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പരാമർശം. 41 തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. ഇനി അനുച്ഛേദം 43A വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളി പങ്കാളിത്തം. അനുച്ഛേദം 43A പറയുന്നത് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുക. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുക. അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം. അനുച്ഛേദം 43 എന്തായിരുന്നു? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. 43A വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളി പങ്കാളിത്തം. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ നിയമം. 4 ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഏകീകൃത സിവിൽ നിയമം എന്ന് കണക്ട് ചെയ്യാം.
അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം. അടുത്തത് അനുച്ഛേദം 46 പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അനുച്ഛേദം 46 പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അനുച്ഛേദം 47 ജീവിത നിലവാരവും ജീവിത തോതും ഉയർത്താനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും രാഷ്ട്രത്തിനുള്ള കർത്തവ്യം. ജീവിത നിലവാരവും ജീവിത തോതും ഉയർത്താനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും രാഷ്ട്രത്തിനുള്ള കർത്തവ്യത്തെക്കുറിച്ചാണ് അനുച്ഛേദം 47 പറയുന്നത്. ഇതിൽ എന്തുവരും? മദ്യം പോലുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നു. മദ്യം പോലുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നു. അനുച്ഛേദം 47 ഇത് PYQ ആണ്. മദ്യനിരോധനം ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 47. അനുച്ഛേദം 48 കൃഷി മൃഗപരിപാലനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു. കൃഷി മൃഗപരിപാലനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 48. ഗോവധ നിരോധനം നടപ്പാക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ്. ഗോവധ നിരോധനം നടപ്പിലാക്കുന്നത് അനുച്ഛേദം 48 പ്രകാരമാണ്. PYQ ആണ്. അനുച്ഛേദം 48 എന്താണ് പറഞ്ഞത്? കൃഷി മൃഗപരിപാലനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഗോവധ നിരോധനം നടപ്പാക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ്. അനുച്ഛേദം 48 പരിസ്ഥിതി പരിപാലനം, സംരക്ഷണം, വനസംരക്ഷണം, വന്യമൃഗ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് അനുച്ഛേദം 48. പരിസ്ഥിതി പരിപാലനം, സംരക്ഷണം, വനസംരക്ഷണം, വന്യമൃഗ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പ് അനുച്ഛേദം 48. അനുച്ഛേദം 46 എന്താണ് പറഞ്ഞത്? പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അനുച്ഛേദം 47 ജീവിത നിലവാരവും ജീവിത തോതും ഉയർത്താനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും രാഷ്ട്രത്തിനുള്ള കർത്തവ്യമാണ്. ഇതിലാണ് മദ്യം പോലുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നത്. അനുച്ഛേദം 48 കൃഷി മൃഗപരിപാലനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഗോവധ നിരോധനം നടപ്പാക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ്. അനുച്ഛേദം 48A ആണ്. ഇത് തെറ്റിപ്പറഞ്ഞു പോയതാണ്, ശ്രദ്ധിക്കണേ. അനുച്ഛേദം 48A ആണ് പരിസ്ഥിതി പരിപാലനം, സംരക്ഷണം, വനസംരക്ഷണം, വന്യമൃഗ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പ്. 48 എന്താണ്? കൃഷി മൃഗപരിപാലനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഗോവധ നിരോധനം നടപ്പാക്കുന്നു. 48A പരിസ്ഥിതി പരിപാലനം, സംരക്ഷണം, വനസംരക്ഷണം, വന്യമൃഗ സംരക്ഷണം എന്നിവയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.